ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു Hyundai വെർണയുടെ കൂളിംഗ് കോയിൽ മാറ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് കൗൾ ടോപ്പ് അഴിക്കേണ്ടതായിട്ടുണ്ട്. അതിനാദ്യം വൈപ്പർ 214-ൻ്റെ നെട്ടഴിച്ച് കഴിഞ്ഞാൽ വൈപ്പർ ബ്ലേഡ് ഊരെടുക്കുക. ബാറ്ററി നെഗറ്റീവ് പിടിച്ചേരണം. കൗൾ ടോപ്പിന് ചെറിയ ചെറിയ ലോക്കുകളാണ്. വൈപ്പറിൻ്റെ സ്പ്രേ ചെയ്യുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് ഊരണം. ഈ ലോക്കുകൾ ഇതൊക്കെ ഊരി കഴിഞ്ഞാൽ കൗൾ ടോപ്പ് നമുക്ക് ഊരെടുക്കാം. കൗൾ ടോപ്പ് ഊരിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് 212-ൻ്റെ ബോൾട്ട് കാണാം വൈപ്പറിൻ്റെ മോട്ടറിൻ്റെ ബാക്കിലായിട്ട്. അതടിക്കണം. പിന്നെ പൈപ്പ് സെക്ഷൻ പൈപ്പിൻ്റെ കണക്ഷൻ പിടിക്കാനായിട്ട് നെട്ടഴിച്ച് പ്ലാസ്റ്റിക് ഊരി കഴിഞ്ഞാൽ 2 ബോൾട്ട് കാണാം 10-ൻ്റെ, അതഴിക്കണം. ഹീറ്റർ കോർണറിലുള്ള കണക്ഷൻ 2 ക്ലിപ്പ് ഊരിയാൽ ആ 2 പൈപ്പിൻ്റെ കണക്ഷനും പിടിക്കാം. കണ്ട ഇതുപോലെ ഊരെടുക്കണം. വാൽമിൽക്കുള്ള കണക്ഷൻ ഊരെടുക്കുക. ഹീറ്റർ കോർണറുള്ള കണക്ഷൻ ഉണ്ട്. അതിന് ശേഷം നമുക്ക് ഉള്ളിൽ വന്നിട്ട് ഡാഷ് ഊരണം എങ്ങനെയെന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് കൺസോളിലാണ് ആദ്യം നമ്മൾ ഊരേണ്ടതായിട്ട്. അത് ഗിയറിൽ വരേണ്ടടുത്ത് പ്ലാസ്റ്റിക് കാണാം. ഇതുപോലെ ലോക്കാണ് ട്ടാ, സ്ക്രൂ ഒന്നുമല്ല. ജസ്റ്റ് പയ്യെ പൊട്ടാത്ത രീതിയിൽ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഊരെടുക്കാം. ഈ സൈഡിലായിട്ടൊരു ക്ലിപ്പുകളുണ്ട്. ഇത് 2 ഊരണം. പിന്നെ അത് ഈ സ്പേസിൽ ഈ ഒരു പ്ലാസ്റ്റിക് ഇത് ഊരിയിൽ കാണാം. ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ 2 10-ൻ്റെ ബോൾട്ട് ഉണ്ട്. അത് 2 അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് ഊരെടുക്കാം. അതിനുശേഷം ഗിയറിൽ വരേണ്ട അടുത്ത ഊരണമെങ്കിൽ ഈ 10-ൻ്റെ നെട്ടഴിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ പ്ലാസ്റ്റിക് ലോക്കുകൾ വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡുണ്ട്. ഇത് അഴിക്കണം. ഇതഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 10-ൻ്റെ ഉണ്ടാവും. ഞാൻ കാണിക്കിയത് തന്നെ ജസ്റ്റ് പൊട്ടാത്ത രീതിയിൽ പയ്യെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കാണ്. ദൂര ഈ വയറിൻ്റെ കണക്ഷനൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കിതാണ്ട് ഊരി മാറ്റാം. ഇതാണ് 2 10-ൻ്റെ ഊരി കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങോട്ട് ഊരിയെടുക്കാവുന്നതാണ്. ശേഷം ഈ മൊഡ്യൂൾ മിൽക്ക് വരുന്നത് ഈ കണക്ഷൻ ഒന്ന് ഊരണം. അതുപോലെ തന്നെ 10-ൻ്റെ ഒരു എർത്ത് വരുന്നുണ്ട്, അതും പിടിക്കണം. ശേഷം ഈ പില്ലർ കവറ് രണ്ട് സൈഡിലത്തെ ഊരണം. പിന്നെ ഈ സോക്കറ്റ് ഒന്ന് പിടിക്കേണ്ടതായിട്ടുണ്ട്. ഈ സൈഡിലെ കവർ ഊരുക. അപ്പോൾ 2 10-ൻ്റെ ആയിട്ട് കാണാം നമുക്ക്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ 12-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ഈ ക്യാപ്പ് ഊരിയതിന് ശേഷം 12-ൻ്റെ ബോൾട്ട് 2 നമുക്ക് ഊരെടുക്കണം. ഈ 10-ൻ്റെ ഊരണം. ഈ 10-ൻ്റെ ഊരണം. അതിന് മുമ്പ് ഈ കവർ ഊരണം. കവർ വരുമ്പോൾ ഇവിടെ കവർ ഊരിയതിന് ശേഷം ഫ്യൂസ് കവർ ഊരിയതിന് ശേഷം 2 10-ൻ്റെ ഉണ്ട്. ഇത് 2 അഴിക്കണം. ഇതിവിടെ സ്റ്റാർ സ്ക്രൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഈ സ്റ്റാർ സ്ക്രൂ, ഇതിവിടെ ഒരു സ്റ്റാർ സ്ക്രൂ ഉണ്ട്. ഇത് ഊരി കഴിഞ്ഞാൽ ഈ കവർ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലത്തെ ഈ കവർ നമുക്ക് ഊരാം. ആ 2 വയറിൻ്റെ കണക്ഷൻ വരും കേട്ടോ, അത് നമ്മൾ പിടിക്കണം. അതുപോലെ തന്നെ ബോണറ്റ് തുറക്കുന്നതിൻ്റെ കേബിളിൻ്റെ കണക്ഷൻ പിടിക്കണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ കവർ മാറ്റാം. അതുപോലെ തന്നെ ഈ സൈഡ് ദൂരി മാറ്റാം. ഇതിൽ വരുന്ന ഇലക്ട്രിക്കലിൻ്റെ കണക്ഷൻ, അതായത് ഡാഷ് മൊത്തം അഴിച്ച് മാറ്റുമ്പോൾ അതുമ്മേൽ കൂടെ വലിഞ്ഞ് നിൽക്കും അല്ലെങ്കിൽ വയർ. അപ്പോൾ അത് എന്തൊക്കെ പിടുത്തം വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് മാറ്റണം. ഇതേപോലെ ക്ലിപ്പുകൾ ഊരിക്കഴിഞ്ഞാൽ സോക്കറ്റാണ്. പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂളിൽ വരുന്ന കണക്ഷൻ പിടിക്കണം. ഈ കാരണം പിടിച്ചാൽ മതിയിട്ടാണ്. ഈ കണക്ഷനുകൾ ഊരണം. അതൊക്കെ ബോഡിയിൽ വന്ന് വരുന്നതാണ്. അതിൻ്റെ ആക്ഷൻ മൊത്തത്തിൽ ഊരിനായിരുന്നു. അതുമ്മൽ കൂടെ അങ്ങോട്ട് പോകാത്ത കാരണം ഈ ക്ലിപ്പുകളൊക്കെ നമ്മൾ പിടിക്കുന്നത്. ഈ സോക്കറ്റ് മാറാല് ഈ സോക്കറ്റ് ഒന്ന് പിടിക്കണം. ഇത് ഗിയറിൽ വരേണ്ട അവിടെ ഒരു ഡാഷം വന്ന് വരുന്ന ഒരു പിടുത്തത്തിൻ്റെയാണ്, അതഴിക്കണം. പിന്നെ ഇത് സ്റ്റിയറിങ്ങിൻ്റെ യൂണിവേഴ്സൽ ജോയിൻറ്റ്, അതിൻ്റെ ഈ 12 അഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൊക്കിയാൽ നേരെ ദൂരെടുക്കാവുന്നു.
ഫ്രീ ആക്കിയിട്ടാൽ അല്ല ഇതുപോലെ പിടിക്കണം. ഈ ഗിയറിൽ വരേണ്ട 12-ൻ്റെ 4 ബോൾട്ട് വരും. അതൊന്നഴിച്ചാൽ നമുക്ക് ഇത് ചെരിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡ് ഇവിടെ അതുപോലത്തെ അപ്പുറ സൈഡ് പോലെ തന്നെ 3 10-ൻ്റെ വരുന്നുണ്ട്. ബോഡി മേലേക്കുള്ള പിടുത്തം ഡാഷിൻ്റെ, പിന്നെ ആൻറ്റിനയുടെ FM-ൻ്റെ കേബിൾ പിടിക്കണം. അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന സോക്കറ്റ് പിടിക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു 10-ൻ്റെ വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലും ഒരു 10-ൻ്റെ വരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഡ്രൈനേജ് ഹോസ്, അതൊരിക്കലും മറക്കരുതിട്ടാ. ഡ്രൈനേജ് ഹോസ് പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡാഷ് മൊത്തത്തിൽ വലിക്കുമ്പോൾ ചിലപ്പോൾ ആ പ്ലാസ്റ്റിക്കിനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം ലീക്ക് വരും. നമ്മൾ എപ്പോഴും ഓർമ്മ കൊടുക്കാനും ഓർമ്മ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിറച്ച് വെള്ളമായിരിക്കുള്ളൂ, കാറിൻ്റെ ഉള്ളിൽ ഭയങ്കര മണം വരും. കണ്ട ഇതുപോലെ പിടിക്കുക. ഇപ്പോൾ ഡാഷ് മൊത്തത്തിൽ ഫ്രീ ആയി. അതായത് ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പൊക്കി ഊരി നമുക്ക് സീറ്റ് മേലേക്ക് ഇതേപോലെ വയ്ക്കാം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കണക്ഷനിലൊക്കെ പിടിക്കുന്നത്. അല്ലാണ്ട് പീസായിട്ട് ഡാഷ് അഴിച്ച് വെറുതെ കുത്തി സ്ക്രൂ കൊണ്ട് കുത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുത്തി സ്ക്രാച്ച് ഒന്നും വീടില്ല. സോക്കറ്റ് പിടിച്ചിട്ട് ഈ കവർ പിടിച്ചാൽ ഹീറ്റർ കോറൊന്ന് നമുക്ക് ഊരിയെടുക്കണം. ഹീറ്റർ കോറിൻ്റെ കണക്ഷൻ പ്ലാസ്റ്റിക് കൊണ്ട് വരുന്നുണ്ട്. 3 സ്ക്രൂ ആണ്. ഈ 3 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റർ കോർ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഹീറ്റർ കോർ ഇങ്ങനെ വലിച്ചെടുക്കാം. കാരണം എന്നാലും നമുക്ക് കൂളിംഗ് കോയിലിൻ്റെ കവർ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ ഹീറ്റർ കോർ അഴിച്ച് മാറ്റുന്നത്. ഇവിടെയൊക്കെ സ്ക്രൂകളുണ്ടായിരുന്നു, ഒക്കെ അഴിക്കണം നമ്മൾ. ഇത് സ്ക്രൂകൾ, ഇത് സ്ക്രൂ, ഇവിടെ ലോക്ക്, ഇവിടെ സ്ക്രൂ, ഈ ലോക്ക് പിടിക്കണം. ഇതിവിടെ 2 സ്ക്രൂ വരും. ഇതൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ ഈ കവർ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കുക. ഇത് നമ്മളെ പഴയ കൂളിംഗ് കോയിൽ ഇതാണ് ലീക്കായത്. ഇത് മാറ്റിയിട്ട് നമുക്ക് പുതിയത് സെറ്റ് ചെയ്യാവുന്നതാണ്. പുതിയതാണത്. അപ്പോൾ പുതിയ കൂളിംഗ് കോയിൽ നമ്മൾ ഇനി കവർ അഴിച്ച പോലെ തന്നെ തിരിച്ച് എല്ലാം സെറ്റ് ചെയ്യുക, എല്ലാ കണക്ഷനുകളും കൊടുക്കുക കറക്റ്റായിട്ട്. എന്നിട്ട് പൈപ്പുള്ള കണക്ഷൻ കൊടുത്ത് കൗൾ ടോപ്പൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേക്കം ചെയ്ത് ഗ്യാസ് അടിക്കുക, കൂളിംഗ് ആക്കാവുന്നതാണ്. കണ്ട നേരെ തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടിയും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഞാനിടുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.